So, these are factors affecting animal distribution. That is, we were saying about the different realms. Then we have studied about the means of animal distribution. Then we have studied about insular fauna also we have studied. Then, and towards the end we were saying about the biogeographical regions of India. Now we have to study what are the important factors that are determining the distribution of animals. The climate, അങ്ങനെയുള്ള features ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. So we will take one by one. So this is regarding the factors affecting the distribution of animals. Now the first and the most important feature is the climate. The climate is the first and most important features in the distribution of animals. അതിലെ ക്ലൈമറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ അനിമൽസും ഒരു പ്രത്യേക രീതിയിലുള്ള ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. ഹിയർ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് landscape and animals living in different types of regions. You can see the picture of polar bear. There is a picture of penguin, and there is also a picture of a salmon or something like. And desert climate is also there. So going to the first feature, one of the important feature that is affecting the distribution of animals is the climate. Now here you can see that animals are adapted to a different combination of temperature, humidity, and also rainfall. For lower temperature ulla pradesham, for example, if you go to a desert region, നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധ്യത റെപ്റ്റൈൽസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഫിഷസിനെ ഒന്നും അധികം നമുക്ക് ഡെസർട്ട് റീജിയനിലോട്ട് പോയാൽ സാധിക്കത്തില്ല. സോ അതുപോലെ ഇപ്പോൾ പോളാർ റീജിയനിലോട്ട് പോയാൽ അവിടെ നമുക്ക് അധികം റെപ്റ്റൈൽസിനെ കാണാൻ സാധിക്കും. സോ ഇൻ കേസ് ഓഫ് വിത്ത് റിഗാർഡ് ടു റെപ്റ്റൈൽസ്, എ ലോവർ ടെമ്പറേച്ചർ പ്രിവെന്റ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെപ്റ്റൈൽസ് ഇൻ ദ കേസ് ഓഫ് ആർട്ടിക് റീജിയൻ ഓർ ഇൻ ദ കേസ് ഓഫ് അന്റാർട്ടിക് റീജിയൻ. അവിടെയൊന്നും റെപ്റ്റൈൽസ് അധികം കാണാത്തതിന്റെ കാരണം ഇതാണ്. എ ലോവർ ടെമ്പറേച്ചർ ഓർ കോൾഡ് ഈസ് പ്രിവെന്റിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ സർവൈവൽ ഓഫ് റെപ്റ്റൈൽസ്. ഇനി ചില ആനിമൽസിലേക്ക് പോളാർ ബെയർ, പെൻഗിൻ ആൻഡ് മൗണ്ടൻസിലേക്ക് ഇൻഹാബിറ്റ് ചെയ്യുന്ന പല സ്പീഷീസ്, ദേ ആർ അഡാപ്റ്റഡ് ടു സർവൈവ് ഇൻ എ കോൾഡ് റീജിയൻ ആൻഡ് ദേ കനോട്ട് കം ഡൗൺ ടു എ ട്രോപ്പിക്കൽ റീജിയൻ ഓർ സബ്. ഉദാഹരണമായിട്ട് ഒരു പോളാർ ബെയറിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഫോറസ്റ്റിൽ വിട്ട് കഴിഞ്ഞാൽ അത് ഡെഡ് ആയി പോകും. കാരണം it cannot survive in a temperature like bit above 5 degree or 10 degree. അതിന് മേലോട്ട് അതിന് സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. So they need a colder temperature. അതാണ് പെൻഗിന്റെയും പോളാർ ബെയർ. Some animals are adapted to live in a colder condition. Some animals will be adapted to live in a hotter environment. Then amphibians-ന്റെ അടുത്ത് നോക്കിയാൽ amphibians need a humidity not only for their survival but also for their reproduction. ഉദാഹരണമായിട്ട് അധികം റെയിൻഫാൾ ഒന്നും കിട്ടാത്ത ഒരു ഏരിയയിലോട്ട് പോയാണെങ്കിൽ വി കനോട്ട് സീ ലോട്ട് ഓഫ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഡെസർട്ട് കണ്ടീഷനിലോട്ട് പോയാലും അവിടെ ആംഫീബിയൻസിന്റെ ഡൈവേഴ്സിറ്റി വളരെ വളരെ കുറവാണ്. മേ ബി ബുഫോ പോലുള്ള ചില സ്പീഷീസുകൾ കാണാതിരിക്കും. പക്ഷെ ഭൂരിഭാഗം അനിമൽസും അല്ലെങ്കിൽ ആംഫീബിയൻസും ഡെസർട്ട് ലൈക്ക് സിറ്റുവേഷനിൽ നമുക്ക് അധികം കാണാൻ സാധിക്കാറില്ല. ഇനി നെക്സ്റ്റ് വൺ എടുത്തു കഴിഞ്ഞാൽ ഇതെടുത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോളാർ ബെയറിന്റെയും പെൻഗിന്റെയും ഡെസർട്ട് ലൈക്ക് സിറ്റുവേഷൻ്റെയൊക്കെ ഫോട്ടോ കാണാൻ സാധിക്കും. ഇനി അനിമൽസ്, ചില അനിമൽസിനെ സംബന്ധിച്ച് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ് ഇൻ എ ഡെസർട്ട്. ഉദാഹരണമായിട്ട് മോയിസ്റ്റ് കണ്ടീഷൻസിൽ ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ദേ വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ് ഇൻ എ ഡെസർട്ട് ലൈക്ക് സിറ്റുവേഷൻ. കാരണം ഡെസർട്ടിലോട്ട് ഇടുമ്പോൾ the temperature will be very high and the availability of water or there will be low moisture content in the atmosphere as well as in the soil. അപ്പൊ അതുകൊണ്ട് ഉദാഹരണമായിട്ട് ഇവിടുത്തെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റോ അല്ലെങ്കിൽ ഒരു ആർട്ടിക് ക്ലൈമറ്റിലൊക്കെ സർവൈവ് ചെയ്യുന്ന അനിമൽസിന് they will not be able to survive in a desert like situation. Then fishes which are adapted to live in aquatic environment, അതിന് വാട്ടർ വേണം, ഐദർ മറൈൻ വാട്ടർ വേണം അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ വേണം. സോ an animal that is able to, a fish that is able to survive in a fresh water won't be able to survive in a sea water. കാരണം the fresh water in the salt concentration or osmotic concentration is completely different from that of a sea water. So a fish that is able to
survive in a fresh water may not be able to survive in a sea water. And അതുപോലെ ഫിഷസിനെ സംബന്ധിച്ച് they will not be able to survive in a desert like situation. അപ്പോൾ അതല്ല, അപ്പോൾ ഒരു ഫിഷസിനെ സംബന്ധിച്ച് lack of water is a constraint. A lack of water is something that prevents its distribution. അതേസമയം ഡെസർട്ട് ഡള്ളിങ് അനിമൽസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവയെ സംബന്ധിച്ച് ആബ്സെൻസ് ഓഫ് ഹയർ ടെമ്പറേച്ചർ അത് അതിനെ സംബന്ധിച്ച് ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിന്റ് ആണ്. ദെൻ ചില മൈഗ്രേറ്ററി ഫിഷസ്, some migratory fishes can make use of both environments, such as salmon and eel. ചില മൈഗ്രേറ്ററി ഫിഷസ്, ഇപ്പൊ സാൽമൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കാണുന്ന ഒരു അനിമൽ, പലത് സീ വാട്ടറിൽ കുറച്ച് സർവേ ചെയ്യും, ഫ്രഷ് വാട്ടറിൽ സർവേ ചെയ്യും. അതിന് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു രീതിയിൽ അതിന്റെ ഫിസിയോളജിക്കൽ എന്താണ് ഫങ്ഷനിങ് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ചും കൂടി വൈഡർ അഡാപ്റ്റബിലിറ്റി ഉണ്ട്. ചില ഫിഷസിനെ സംബന്ധിച്ച് അതിന്റെ യങ്ങർ സ്റ്റേജ്, ലാർവൽ സ്റ്റേജ് സീ വാട്ടറിലും അഡൽട്ട് സ്റ്റേജ് ചിലപ്പോൾ ഫ്രഷ് വാട്ടറിലും ആയിരിക്കും. നേരെ ചിലത് ഫ്രഷ് വാട്ടറിൽ ലാർവൽ സ്റ്റേജ് ജീവിക്കും, അഡൽട്ട് സ്റ്റേജ് അതിന്റെ സീ വാട്ടറിലും ജീവിക്കും. അങ്ങനെയുള്ള പല അനിമൽസും ഫിഷസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ അതിന്റെ ഇൻക്രീസ്ഡ് ഡിസ്ട്രിബ്യൂഷന് കാരണമായിട്ട് വരാറുണ്ട്. സോ ക്ലൈമറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ക്ലൈമറ്റിനെ പ്രധാനമായി കണ്ടീഷൻ അത് ടെമ്പറേച്ചർ ആണ്, മറ്റൊന്ന് ഹ്യൂമിഡിറ്റി ആണ്. ദെൻ മറ്റൊന്ന് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് മോയിസ്ചർ. ദീസ് ആർ ദ ത്രീ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ആർ ഡിറ്റർമൈനിങ് the influence of climate on the distribution of animals. ഇനി അതിനിപ്പോ നമ്മൾ ചില ഇതിലോട്ടൊക്കെ പോയി ലോവർ ടെമ്പറേച്ചർ, മൗണ്ടൻ റീജിയനിലൊക്കെ ലോവർ പ്രിവെന്റ്സ് certain animals, parents from spreading to lower area. ഇപ്പോൾ ഒരു മലമ്പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു ക്ലൈമറ്റ്, അത് ഉദാഹരണം മൂന്നാർ റീജിയനിലോട്ടൊക്കെ പോകുക, അല്ലെങ്കിൽ കൊടൈക്കനാൽ റീജിയനിലോട്ടൊക്കെ പോവുക. അപ്പൊ അങ്ങനെയുള്ള പ്രദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആ ഒരു ക്ലൈമറ്റ് നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും കാണാറില്ല. അതുകൊണ്ട് അത്തരം മലമ്പ്രദേശങ്ങളിൽ അഡാപ്റ്റഡ് ആയ അനിമലിന് ചിലപ്പോൾ സ്വാഭാവികമായി ഇവിടെ സർവേ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ചിലപ്പോൾ ഓരോ അനിമലിനെ സംബന്ധിച്ച് they need a particular climate. They can only survive in that environment, an environment that is providing a climate ideal for its survival. Then only it will be able to survive there. So regarding climate, these are some of the important factors. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇതിന്റെ ഒരു പിക്ചർ കാണാൻ പറ്റിയ ഒരു ഐലൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ വെജിറ്റേഷൻ എടുക്കുക. വെജിറ്റേഷൻ എടുത്തപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, വൺ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അനിമൽസ് ഇൻ ദ ക്ലൈമറ്റ്. രണ്ടാമത്തെ മേജർ ഫാക്ടർ ഈസ് വെജിറ്റേഷൻ. വെജിറ്റേഷൻ സിംപ്ലി മീൻസ് പ്ലാന്റ് കവർ. അപ്പോൾ അനിമൽസിനെ സംബന്ധിച്ച് പ്ലാന്റ്സ് ആർ ഓൾസോ സെൻസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ. അതുകൊണ്ട് പ്ലാന്റ്സിന്റെ അവൈലബിലിറ്റി അത് വലിയൊരു ശതമാനം വരെ, കാരണം പ്ലാന്റ്സ് ആണ് വലിയൊരു ശതമാനം വരെ അനിമൽസിന് അതിന്റെ ഫുഡ് കൊടുക്കുന്നത്, ഫുഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ചില അനിമൽസിന് ചില പർട്ടിക്കുലർ പ്ലാന്റ്സ് തന്നെ വേണം. ഉദാഹരണമായിട്ട് കൊയാല എന്ന് പറയുന്നത് ഇവിടെ ആസ്ട്രേലിയയിൽ കാണുന്ന ഒരു അനിമലാണ്. ഇവിടെ യു ക്യാൻ സീ ദാറ്റ്. ഇവിടെ അത് കാണുന്നത് എന്താണ്, ആസ്ട്രേലിയയിൽ അത് കാണുന്നുള്ളൂ കൊയാല എന്ന് പറയുന്നത്. അത് അതിനെ സംബന്ധിച്ച് അതിന്റെ പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത് ഇക്കാലിപ്റ്റസ് ആണ്. അപ്പൊ ഇക്കാലിപ്റ്റസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത് പാൻഡ എന്ന് പറയുന്ന ഒരു അനിമലാണ്. ഈ പാൻഡയെ സംബന്ധിച്ച് പാൻഡ ഈസ് പ്രസന്റ് ഇൻ ചൈന. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ബാംബു ലീവ്സ് ആണ്. അപ്പൊ ബാംബു ലീവ്സ് ഇല്ലെങ്കിൽ ദിസ് പാൻഡ കനോട്ട് സർവൈവ്. അപ്പൊ ഓരോ അനിമലിനെ സംബന്ധിച്ചും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫുഡ് റിക്വയർമെന്റ്സ് ഇൻ ടേംസ് ഓഫ് ഫുഡ്. അപ്പൊ ആ പർട്ടിക്കുലർ ഫുഡ് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ദേ കനോട്ട് സർവൈവ്. ഉദാഹരണമായിട്ട് ചില പ്ലാന്റ്സ് ഇപ്പൊ ട്രോപ്പിക്കൽ ഏരിയാസിൽ നമ്മൾ പൊതുവെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോഡ് ലീവ്ഡ് ഫോറസ്റ്റ് ആണ് കാണുന്നത്. നമ്മുടെ എല്ലാം ക്ലൈമറ്റിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം കാണുന്നത് വീതി കൂടിയ ഇലകളുള്ള. അതേസമയം നിങ്ങൾ മൂന്നാറിലോട്ട് പോവാം, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ് കാണപ്പെടുന്നത്. ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ പൊതുവെ പൈൻ പോലുള്ള ചെടികളാണ്. അതിന്റെ ഇലകൾക്ക് വളരെ വീതി കുറവായിരിക്കും, നാരോ ലീവ്സ് ആണ്. അപ്പൊ ഇത് ടെമ്പറേറ്റ് ക്ലൈമറ്റ്, അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിന്റെ സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അധികം എന്താ പറയാ
സ്റ്റൊമാറ്റയിൽ കൂടി അധികം വാട്ടർ പുറത്തോട്ട് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി വളരെ വീതി കുറഞ്ഞ ഇലകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ പൊതുവെ നാരോ നീഡിൽ ലൈക്ക് ലീവ്സ് ആണ്, പൈൻ പോൾസ് ഉള്ള മരങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. അതേസമയം in these tropical areas we are mainly seeing broad leaved plants ആണ്, broad leaved trees അല്ലെങ്കിൽ broad leaved plants ആണ് നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. Then another important feature desert climate like over. Desert climate is desert climate can support only few plants, thereby only few. For desert ക്ലൈമറ്റിലോട്ട് വരുമ്പോൾ അവിടെ അധികം അനിമൽസ് കാണാത്തതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആബ്സെൻസ് ഓഫ് പ്ലാന്റ്സ് ആണ്. Only if a lot of plants are there, only if a rich vegetational cover is there, the animals can easily survive there. ഉദാഹരണമായിട്ട് ഒരു ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് അനിമൽസ് നമുക്ക് ഡെസർട്ടിൽ ജീവിക്കാൻ പറ്റാത്തത് മെയിൻലി ടെമ്പറേച്ചർ കൊണ്ട് മാത്രമല്ല, ഇറ്റ്സ് ആബ്സെൻസ് ഓഫ് ട്രീ കവർ. ട്രീസ് ഇല്ല. ഒരു ഗ്രാസ് ലാൻഡിൽ ജീവിക്കുന്ന അനിമൽസിനും ഡെസർട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്തത് അവിടെ ഗ്രാസിന്റെ ആബ്സെൻസ്. അപ്പോൾ ഒന്ന് ആബ്സെൻസ് ഓഫ് വെജിറ്റേഷൻ, ഒന്ന് ക്ലൈമറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ടെമ്പറേച്ചർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ സ്യൂട്ടബിൾ ക്ലൈമറ്റും ടെമ്പറേച്ചറും ഇല്ലെങ്കിൽ there will be a lack of plant cover or there will be a lack of vegetation. That can also affect the distribution of animals. ഇനി ചില അനിമൽസിനെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, ചില അനിമൽസ് are highly selective, highly choosy in their food. They will not accept anything other than their specialized diet. The best example are koala. Koala will feed only on eucalyptus leaves. Other case is the panda. Panda needs ബാംബു. പാൻഡയ്ക്ക് ബാംബു ലീവ്സ് തന്നെ വേണം, അതല്ലെങ്കിൽ അത് സർവൈവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ബാംബു ലീവ്സ് ഇല്ലാത്തൊരു പ്രദേശത്തേക്ക് നമ്മൾ ഒരു പാൻഡേനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡൈ. സെയിം ഈസ് ദ കേസ് വിത്ത് ദ കൊയാല. കൊയാല ഓൾസോ കനോട്ട് സർവൈവ് ഇൻ എൻ ഏരിയ വെർ eucalyptus leaves are not present. ഇങ്ങനെയുള്ള ചില സ്പെഷ്യലൈസ്ഡ് ഡയറ്റ് ഉള്ള അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അനിമൽസ് ഉണ്ട്. ആ അനിമൽസ് സംബന്ധിച്ച് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾ മൗറീഷ്യസിൽ ഒരു ബേർഡ് ഉണ്ടായിരുന്നു. ആ മൗറീഷ്യസിൽ ആ ഒരു ബേർഡിനെ സംബന്ധിച്ച് അതിന്റെ പേര് ഞാനിപ്പോൾ മറന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേർഡാണ് മൗറീഷ്യസിൽ കാണുന്നത്. ആ ബേർഡും ഒരു പ്ലാന്റുമായിട്ട് വളരെയധികം അസോസിയേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്താണ്? അതിന്റെ പേര് എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേർഡാണ് മൗറീഷ്യസിൽ കാണുന്നത്. അതിന്റെ പേര് അത് ബ്രിട്ടീഷുകാർ അവിടെ ചെന്ന് ധാരാളമായിട്ട് അതിനെ ഹണ്ട് ചെയ്തതോടെയാണ് അത് ഡെഡായി പോയത്. അതൊരു പർട്ടിക്കുലർ പ്ലാന്റിന്റെ സീഡായിരുന്നു കഴിച്ചിരുന്നത്. ആ പ്ലാന്റും ഈ ബേർഡും നമുക്ക് വളരെയധികം ക്ലോസർ അസോസിയേഷൻ ഉണ്ടായിരുന്നു. അതന്നെ ഡോഡോ എന്ന് പറയുന്നതാണ് ഈ ബേർഡ്. ഈ ഡോഡോയെ സംബന്ധിച്ച് അവിടെ കാണുന്ന ഒരു പ്ലാന്റ്, ആ പ്ലാന്റിന്റെ ഫ്രൂട്ടാണ് കഴിച്ചിരുന്നത്. ആ പ്ലാന്റിനെ സംബന്ധിച്ച് ഈ ഡോഡോ ആ ഫ്രൂട്ട് കഴിച്ച് ഡോഡോന്റെ സ്റ്റൊമക്കിൽ കൂടി ഈ ഫ്രൂട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ആ സീഡ് മെച്യൂർ ആവുള്ളൂ. അങ്ങനെയായിരുന്നു. ആ സീഡ് മെച്യൂർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഡോഡോന്റെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ കൂടി തന്നെ പോകണം. അപ്പൊ ഡോഡോ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയപ്പോ എന്ത് സംഭവിച്ചു? ഈ പ്ലാന്റ് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ നോക്കുക, രണ്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പാണ്. ഒരു പ്ലാന്റ് ഇല്ലെങ്കിൽ ഒരു അനിമൽ ഇല്ല, ഒരു അനിമൽ ഇല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഇല്ല. ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് എ ക്ലോസർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പ്ലാന്റ് ആൻഡ് ആൻ അനിമൽ, എ പ്ലാന്റ് സ്പീഷീസ് ആൻഡ് ആൻ അനിമൽ സ്പീഷീസ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചില പ്ലാന്റ്സ് വളരെയധികം പർട്ടിക്കുലർ ആയിരിക്കും. ഇതാണ് സിംഹവാലൻ കുരങ്ങിന്റെ കേസ് നിങ്ങൾ കാണാം. സിംഹവാലൻ കുരങ്ങിലും ഇതുപോലെ ഒരു ഇതുണ്ട്. ചില ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റ് മാത്രമേ സിംഹവാലൻ കുരങ്ങ് പ്രധാനമായിട്ടും കഴിക്കുന്നത്. ആ പ്ലാന്റ് ഇല്ലെങ്കിൽ സിംഹവാലൻ കുരങ്ങ് ഡെഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് സൈലന്റ് വാലിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ വന്നത്. കാരണം ആ പ്ലാന്റ്സ് ഈ സിംഹവാലൻ കുരങ്ങിന്റെ ഫുഡ് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ്, ഈ ഒരു ട്രീ, അത് ആബ്സെന്റ് ആയി സിംഹവാലൻ കുരങ്ങ് വംശനാശം സംഭവിച്ചു. അപ്പൊ അങ്ങനെ ദർ ഇസ് എ ക്ലോസർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ട്രീ ആൻഡ് ആൻ അനിമൽ സ്പീഷീസ് സംടൈംസ്. അങ്ങനെയുള്ള കേസുകളെല്ലാം പലപ്പോഴും നമുക്ക് വെജിറ്റേഷന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് മന്ത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള ഫോറസ്റ്റ് കാണാൻ പറ്റും. വൺ ഈസ് എ ബ്രോഡ് ലീവ്ഡ് പ്ലാന്റ്സ്. ഇത് ബ്രോഡ് ലീവ്ഡ് ട്രീസ് ആണ്. ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് കോണിഫറസ് ട്രീസ് ആണ്. കോണിഫർ നിങ്ങൾ രണ്ടിനെയും നോക്കിയേ,
ഈ ബ്രോഡ് ലീവ്ഡ് ട്രീ ഫോറസ്റ്റിൽ പ്രധാനമായിട്ടും ലീവ്സ് എടുത്ത വീതി കൂടിയ ഇലകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അത് അവിടെ റെസ്പിറേഷൻ അവിടെ എന്താ ട്രാൻസ്പിറേഷൻ കൂടുതലാണെങ്കിൽ പ്രോബ്ലം ഇല്ല. നാരോ ലീവ്സ് ആവുമ്പോഴേക്കും അതിന്റെ അഡ്വാൻറ്റേജ് ട്രാൻസ്പിറേഷൻ വഴി വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒന്നാമത് പൊതുവെ ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ തണുപ്പുണ്ടെങ്കിലും വാട്ടറിന്റെ അവൈലബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അപ്പൊ അത്തരം പ്ലാന്റ്സിനെ സംബന്ധിച്ച് വാട്ടർ ലോസ് മാക്സിമം പ്രിവെന്റ് ചെയ്യണം. സോ ദർ ഷുഡ് ബി സം എഫർട്ട് ടു കൺസർവ് ദ വാട്ടർ. അതിനുവേണ്ടിയാണ് ഇവിടുത്തെ നാരോ ലീവ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് ഇവിടെ കൊയാലയുടെയും നമ്മുടെ പാൻഡയുടെയും ഒക്കെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ തേർഡ് ഫാക്ടറിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് അതർ ആനിമൽസ്. ഡിഫറെന്റ് ആനിമൽസ് അറ്റ് ഡിഫറെന്റ് ട്രോഫിക് ലെവൽ മേക്ക് ഫുഡ് ചെയിൻസ് വിച്ച് ആർ ഇന്റർവ്യൂവൻ ഇൻ എ കോംപ്ലക്സ് ഫുഡ് ചെയിൻ. അപ്പൊ അങ്ങനെയുള്ള ചില പല ഒരു സിംഗിൾ ആനിമലിന് ഒരു പ്ലാന്റും മാത്രമായിട്ടല്ല. ഉദാഹരണമായിട്ടും ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ പ്രഡേറ്റർ ആൻഡ് ദ പ്രേ, എ പാരസൈറ്റ് ആൻഡ് എ ഹോസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള പല കേസുകളൊക്കെ നമുക്ക് വളരെയധികം, ഉദാഹരണമായിട്ട് 2-3 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിച്ചത്. ഡിങ്കോ എന്ന ഡോഗും അതുപോലെ ഇതെല്ലാം ആസ്ട്രേലിയയിലെ നേറ്റീവ് കാർണിവേഴ്സിന്റെ എക്സ്റ്റിങ്ഷന് കാരണമായിട്ടുണ്ട്. ഡിങ്കോ എന്ന് പറയുന്ന ഡോഗ് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ പട്ടീനെയാണ് നമ്മൾ ഡിങ്കോ എന്ന് പറയുന്ന ഡോഗ് എന്ന് പറയുന്നത്. ഇത് ആസ്ട്രേലിയയുടെ കേസിലേക്ക് വന്നപ്പോൾ ഇവിടെ കാണിച്ചു, ഇതാണ് നമ്മുടെ നോർമൽ ഡോഗ് ഡിങ്കോ എന്ന് പറയുന്നത് നാടൻ. ഇത് ആസ്ട്രേലിയയിൽ കാണുന്ന ടാസ്മാനിയൻ വുൾഫ് എന്ന് പറയുന്ന ഒരു അനിമലായിരുന്നു. ഈ ടാസ്മാനിയൻ വുൾഫിന്റെ ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ 100 വർഷങ്ങൾ മുമ്പ് എടുത്ത ഒരു ഫോട്ടോയാണ്. നമുക്ക് രണ്ടും ഒരുപോലെയാണ്. ദിസ് ഈസ് എ പ്ലാസന്റൽ മാമൽ, ബട്ട് ദിസ് ഈസ് എ മാർസുപ്പിയൽ മാമൽ. അപ്പൊ ഇത് ഈ ഡോഗ് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു മോഡ് ഓഫ് ലൈഫ് തന്നെയാണ് ഈ ടാസ്മാനിയൻ വുൾഫിനും ഉള്ളത്. അതായത് ഡോഗിന്റെ ഫുഡ് ഹാബിറ്റ്സ് എന്താണ്, ഡോഗ് എങ്ങനെ ജീവിക്കുന്നു, ഏത് ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്നു, സെയിം നേച്ചർ തന്നെയാണ് ഈ ടാസ്മാനിയൻ വുൾഫിന്റെ കേസിലും ഉള്ളത്. പക്ഷെ ഡോഗിനെ ബ്രിട്ടീഷുകാർ അവിടെ ചെന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് പറ്റും, ഈ ടാസ്മാനിയൻ വുൾഫായിട്ട് കോമ്പറ്റീഷനിൽ വന്നു. അപ്പോൾ പ്രസൻസ് ഓഫ് ഡോഗ് ലീഡ്സ് ടു ദ എക്സ്റ്റിൻഷൻ ഓഫ് ദിസ് ടാസ്മാനിയൻ വുൾഫ്. കാരണം എന്താ പറ്റി, പ്ലാസന്റൽ മാമൽസ് പൊതുവെ കുറച്ചുകൂടി എവല്യൂഷണറി മോർ അഡ്വാൻസ്ഡ് ആണ്. അതിന്റെ സർവൈവൽ കേപ്പബിലിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. അത്രയും സർവൈവൽ കേപ്പബിലിറ്റി മാർസുപ്പിയൽ മാമൽസിന് ഇല്ല. അതുകൊണ്ടാണ് മോഡേൺ ഡോഗുമായിട്ടുള്ള കോമ്പറ്റീഷനിൽ ടാസ്മാനിയൻ വുൾഫ് ഡെഡ് ആയി പോയത്. ഇവിടെ നോക്കിയേ, പ്രസൻസ് ഓഫ് അനദർ ആനിമൽ can sometimes lead to the extermination എന്ന വാക്കിനർത്ഥം എക്സ്റ്റിങ്ഷൻ, പരിപൂർണമായി ഇല്ലാതായി പോയി, വംശനാശം സംഭവിക്കുക. അതുപോലെ പ്ലാസന്റൽ കാറ്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മാർസുപ്പിയൽ മാമൽസ് ഉണ്ടായിരുന്നു, അതുമെല്ലാം അവിടെ ഡെഡായി പോയതിന് കാരണം മോഡേൺ മാമൽസിനെ ബ്രിട്ടീഷുകാർ അവിടെ ചെന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ്. ഇതുപോലത്തെ വേറൊരു കേസ് ഇവിടെയും കാണിച്ചു തരാം. British red squirrel has reduced its range after the introduction of American grey squirrel. 2 സ്ക്വിരലാണ്. ഒന്ന് ബ്രിട്ടീഷ് റെഡ് സ്ക്വിരൽ, അതായിരുന്നു നേറ്റീവ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു നേറ്റീവ് ഹാബിറ്ററ്റിലേക്ക് പീപ്പിൾ ഇൻട്രൊഡ്യൂസ് അമേരിക്കൻ ഗ്രേ സ്ക്വിരൽ. അമേരിക്കൻ ഗ്രേ സ്ക്വിരലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു, ഇവിടെ ഇതാണ് റെഡ് സ്ക്വിരൽ, ഇതാണ് എൻ്റെ ഒറിജിനൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത്. ഈ സ്ക്വിരലിന് തമ്മിൽ അതിന്റെ ഫുഡ് ഹാബിറ്റ്സ് സിമിലർ ആണ്. അതുകൊണ്ട് ഈ ഗ്രേ സ്ക്വിരലിന് കുറച്ചുകൂടി ഗ്രേ സ്ക്വിരൽ ആ പ്രദേശത്തെ നേറ്റീവ് ആയിട്ടുള്ള സ്ക്വിരൽ അല്ല. ആ നേറ്റീവ് സ്ക്വിരൽ ആ റെഡ് സ്ക്വിരലാണ് അവിടുത്തെ നേറ്റീവ് സ്ക്വിരൽ ഉണ്ടായിരുന്നത്. അതിന്റെ റേഞ്ചിലോട്ട് ഗ്രേ സ്ക്വിരൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും ഇതിന്റെ പോപ്പുലേഷൻ, റെഡ് സ്ക്വിരലിന്റെ പോപ്പുലേഷൻ കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് നമുക്ക് ഇവിടെ കാണാം. സംടൈം presence of another animal can lead to the extermination or extinction of an animal. അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് കാണാൻ സാധിക്കും. ഇനി ഇവിടെ വേറെയും കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഐ ടോൾഡ് യു ദ കേസ് ഓഫ് ടാസ്മാനിയൻ wolf. Tasmanian wolf become extinct after the arrival of dingo dogs in Australia. Then parasites എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ പാരസൈറ്റ്സ് ഒക്കെ സ്പെസിഫിക് ഹോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഡോഗിൽ കാണുന്ന ഒരു പാരസൈറ്റ് അത് ഡോഗിനെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അത് വേറൊരു കാറ്റിനെയോ വേറൊന്നും അറ്റാക്ക് ചെയ്താൽ ഹ്യൂമൻ ബീങ്സിനെയോ ഒന്നും അറ്റാക്ക് ചെയ്യാറില്ല.
അപ്പൊ അങ്ങനെയുള്ള ഒരു പാരസൈറ്റ് പ്രേ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ചില കേസുകളിൽ ഒരു അനിമലിന്റെ പ്രസൻസ് മറ്റൊരു അനിമലിന്റെ സർവൈവലിനും എക്സ്റ്റിങ്ഷനും ഒക്കെ കാരണമായിട്ട് വരാറുണ്ട്. ദെൻ we will go to the fourth case. അപ്പോൾ 3 കേസ് നമ്മൾ കണ്ടു. One is the case of climate, second is the case of vegetation, third is the case of presence of other animals. Now we go to the fourth factor. The fourth factor എന്ന് പറയുന്നത് physical barriers. By physical barrier we mean mountains. It can be desert, it can be rivers, or it can be ocean. അതായത് നാച്ചുറൽ ആയിട്ട് കാണുന്ന ബാരിയേഴ്സ്. മൗണ്ടൻ ഈസ് ഉദാഹരണമായിട്ട് between Kerala and Tamil Nadu, there is a mountain. Then mountain is preventing the passage of animals from Kerala region to Tamil Nadu and also from Tamil Nadu to Kerala. So mountain is acting as a barrier. Between India and Pakistan, there is a desert, Thar desert. That Thar desert prevents the migration of most of the animals from India to Pakistan or from Pakistan to India. Then large river, Brahmaputra, അല്ലെങ്കിൽ ഗംഗ, അല്ലെങ്കിൽ യമുന, അല്ലെങ്കിൽ കാവേരി, അങ്ങനെയുള്ള വലിയ നദികൾ, these bigger rivers can also prevent the movement of animals across it. Then ocean, ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എന്താണ് ശ്രീലങ്കയിലോട്ടോ അല്ലെങ്കിൽ ആൻഡമാൻസിലോട്ടോ അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന മലേഷ്യയിലോട്ടോ ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഓഷ്യൻ ഈസ് പ്രിവെന്റിങ്. അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് പ്രിവെന്റ് ചെയ്യാനെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ബാരിയർ. Usually the physical barriers ആയിട്ട് പ്രവർത്തിക്കുന്ന മൗണ്ടെയിൻസ് ആവാം, it can be desert, it can be rivers, or it can be ocean. So this prevent the distribution or transport of animals from one region to another region. ഉദാഹരണമായിട്ട് ഇപ്പൊ ലാൻഡ് അനിമൽസിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലാൻഡ് അനിമൽസിന്റെ കേസ് എടുത്താൽ ലാൻഡ് അനിമൽസിൽ എന്താണ് ഒരു വാട്ടർ ഫോർ ലാൻഡ് അനിമൽസ് വാട്ടർ ഈസ് എ ബാരിയർ. For aquatic animals, land is a barrier. ഉദാഹരണമായിട്ട് ഫിഷിനെ സംബന്ധിച്ച് അറേബ്യൻ സീയിൽ കിടക്കുന്ന ഫിഷിനെ നേരെ ഇപ്പുറത്തോട്ട് പോകാൻ സാധിക്കത്തില്ല. അത് വേണമെങ്കിൽ ഈ കൊച്ചി, തിരുവനന്തപുരം, കന്യാകുമാരി വഴി ചുറ്റിപ്പോകണം, കാരണം പ്രസൻസ് ഓഫ് ലാൻഡ് ഈസ് എ ബാരിയർ. അതേസമയം ലാൻഡ് അനിമൽസിനെ സംബന്ധിച്ച് പ്രസൻസ് ഓഫ് വാട്ടർ ഈസ് എ ബാരിയർ. അപ്പൊ ഓരോ അനിമലിനും ഓരോ രീതിയിലാണ്. അപ്പൊ aquatic animals land is a barrier. For terrestrial animals, water is a barrier. Then freshwater fishes and amphibians, അത് വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ ദേ കനോട്ട് ഗോ. കേരളത്തിലുള്ള ഫ്രഷ് വാട്ടർ ആംഫിബിയൻസിനോ ഫിഷസിനോ ഒന്നും നേരെ ലക്ഷദ്വീപിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? സീ വാട്ടർ ഈസ് എ ബാരിയർ. ദീസ് ഫിഷസ് ആൻഡ് ആംഫിബിയൻസ് കനോട്ട് ലീവ് ഇൻ എ ഫ്രഷ് വാട്ടർ. സോ ഫോർ ദം ദ പ്രസൻസ് ഓഫ് സീ വാട്ടർ ഈസ് എ ബാരിയർ. അപ്പോൾ അതാണ് ആംഫിബിയൻസിന്റെയും ഫ്രഷ് വാട്ടർ ഫിഷസിന്റെയും കേസ്. അതുപോലെ ടോർട്ടിസ്, ലിസാർഡ്സ്, സ്നേക്സ്, ഇതൊക്കെ ഒരു ലാൻഡിൽ ജീവിക്കുന്ന അനിമൽസ് ആണ്. ഫോർ ദീസ് അനിമൽസ് വാട്ടർ ഈസ് എ ബാരിയർ. അപ്പൊ ഓരോ അനിമൽസിനും ഓരോ രീതിയിലാണ്. അപ്പൊ ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത് നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ്. കൂടുതലും ആ ഭാഗത്തെ ലാക്ക് ഓഫ് വെജിറ്റേഷൻ, എക്സ്ട്രീം ക്ലൈമറ്റ്, ഇതൊക്കെയാണ് പലപ്പോഴും ഡെസർട്ടിൽ കൂടിയും അല്ലെങ്കിൽ മൗണ്ടൻസിൽ കൂടിയൊക്കെ അനിമൽസിന് കടന്നു പോകുന്നതിനെ കൂടുതലും പ്രിവെന്റ് ചെയ്യുന്നത്. ദെൻ റിവർ പലപ്പോഴും ബാരിയർ ആയിട്ട് വരാറുണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് അനിമൽസിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ നാച്ചുറൽ ബാരിയേഴ്സ് വലിയൊരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. എന്ന് വെച്ചാൽ അതിന്റെ പാസേജിനെ അധികം അലൗ ചെയ്യാത്ത ചില ഫാക്ടേഴ്സ് ആണ്. ഇനി ഇവിടെ നമുക്ക് നോക്കുക, രണ്ട് കണ്ടോ, ഇവിടെ ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു അനിമലിനെ സംബന്ധിച്ച് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഓഷ്യൻ ഓർ ദിസ് വാട്ടർ ബോഡി ഈസ് എ ബാരിയർ. ഈ വാട്ടർ ബോഡിയിൽ കാണുന്ന ഒരു അനിമൽ, ഒരു ഫിഷിനെ സംബന്ധിച്ച് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ദിസ് മൗണ്ടെയിൻ ഓർ ദിസ് ലാൻഡ് ഈസ് എ ബാരിയർ. അപ്പൊ ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത് പലപ്പോഴും മൗണ്ടെയിൻസിന്റെ രൂപത്തിലോ ഓഷ്യൻസിന്റെ രൂപത്തിലോ ലാർജ് റിവേഴ്സിന്റെ രൂപത്തിലോ ചിലപ്പോൾ ഫോറസ്റ്റിന്റെ രൂപത്തിലൊക്കെ വരാം. അങ്ങനെയുള്ളതൊക്കെ ആണ് ഫിസിക്കൽ ബാരിയേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ സാധാരണ ഇപ്പോ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നതിന് ഇത്രയാണ്. ഇനി now we will see the case of barriers to animal distribution. അപ്പൊ നേരത്തെ നമ്മൾ ഫിസിക്കൽ നേരത്തെ പ്രധാനമായിട്ടും 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ഫാക്ടർ ഈസ് ദ എന്താണ് നമ്മൾ അനിമൽ ഡിസ്ട്രിബ്യൂഷൻ എഫക്ട് ചെയ്യുന്ന 3-4 ഫാക്ടേഴ്സിൽ ഒന്ന്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ.
Now after the climate comes the vegetation. Vegetation of the plant coverage, second factor. Third factor is the presence of other animals. We have discussed the case of this Tasmanian wolf. That's a good example. Then fourth factor is a physical factor. ഈ ഫിസിക്കൽ ഫാക്ടർ എന്ന് പറയുന്നതിന് കുറെ സബ് ആയിട്ടുള്ളതുണ്ട്. അതാണ് നമ്മൾ ഇനി വരുന്നത്. സോ വാട്ട് ഈസ് സിംപ്ലി any factor that obstructs the distribution of animal. അതാണ് നമ്മൾ ഒരു ബാരിയർ എന്ന് പറയുന്നത്. A barrier is usually defined as any factor that obstruct എന്ന വാക്കിനർത്ഥം തടസ്സപ്പെടുത്തുക, or any factor that prevents the distribution of animal is known by the name a barrier. ബാരിയേഴ്സിനെ നമ്മൾ രണ്ട് രീതിയിൽ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. One is known as extrinsic barrier, then another is known as intrinsic barrier. Extrinsic എന്ന വാക്കിനർത്ഥം is an external barrier. In the case of extrinsic barrier, they are outside the body of the animal. ഒരു അനിമലിന്റെ ബോഡിക്ക് പുറമെയാണ്. അതേസമയം ഇൻട്രിൻസിക് ബാരിയറിന്റെ കേസ് അത് അനിമലിന്റെ ബോഡിക്ക് അകത്താണ്, അല്ലെങ്കിൽ അനിമലിന്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടുവരുന്ന. So an animal, so in the case of extrinsic barrier, these barriers working from outside the individual's body of the body, and they are known as the extrinsic barrier. Good example is the mountain അല്ലെങ്കിൽ റിവർ, അങ്ങനെയുള്ളതൊക്കെയാണ് എക്സ്ട്രിൻസിക് ബാരിയേഴ്സ് ആയിട്ട് വരുന്നത്. And extrinsic barriers are also divided into three sub-regions. One is physiographic barrier, second is biotic barrier, third one is the climatic barrier. അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Now going to intrinsic barrier. Intrinsic barrier means because of certain factors internal to the animal. Animalന്റെ നേച്ചർ കൊണ്ടോ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പ്രത്യേകതകൾ കൊണ്ടോ വരാം. So they result from the nature and behavior of an animal. That is known as the intrinsic barrier. So going to barriers, barrier simply means any factor that prevents the distribution of animal. If it is because of some factor outside the body of an animal, we call it the extrinsic barrier. If it due to some factor internal to the animal, then we call it by the name intrinsic or internal barrier. ഇങ്ങനെയാണ് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് നമുക്കിവിടെ വരുന്നത്. ഇനി ഇവിടെ പല രീതിയിലുള്ള സബ് ബാരിയേഴ്സ് ഉണ്ട്, അതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിലെ ഫിസിയോഗ്രാഫിക് ബാരിയർ. Going to the physiographic barrier, physiographic barriers are again divided into several types. Physiography എന്ന് പറയുന്ന ഫിസിയോഗ്രാഫിക് മാപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ മാപ്പ് കണ്ടിട്ടുണ്ടോ, മൗണ്ടെയിനും റിവറും ഒക്കെ കാണിക്കുന്നതിന് ഫിസിയോഗ്രാഫിക് മാപ്പ് എന്ന് പറയണം. So in the use of physiographic barrier, there are several subsections. Topographic barriers are the presence of large bodies of water, large bodies of land mass, impurity, lack of salinity of seawater, vegetative barrier, desert, pressure and ice mass. ഒരു രണ്ട് മൂന്നെണ്ണം മാത്രം ഇന്ന് എടുക്കാം, അതിനുശേഷം ബാക്കിയുള്ളത് അടുത്ത ദിവസം എടുക്കാം. So going to topographic barrier. Topography എന്ന് പറയുന്നത് ഭൂമിയുടെ ഷേപ്പിനെ എഫക്ട് ചെയ്യുന്ന, ഭൂമിയുടെ സർഫസ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നതാണ്. So topography deals with the surface features of an earth. Mountain, sea, ocean, ഇതൊക്കെ സർഫസ് ഫീച്ചേഴ്സ് ആണ്. But topographic barrier എടുത്തിട്ടുണ്ടെങ്കിൽ they are limiting the distribution of terrestrial animals. Land animals ന്റെ distribution affect ചെയ്യുന്നതാണ്. Best example is the Himalayan range. What happens in the Himalayan? Because of the presence of Himalayan, animals from China cannot cross into India, or Indian animals cannot cross into China. But that is acting as an effective barrier for the distribution of land animals. ഭൂരിഭാഗ land animals സംബന്ധിച്ച് അത് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. Then the case of Alps. ആൽപ്സിന്റെ കേസിൽ ഇതുപോലെ തന്നെ, യൂറോപ്പിന്റെ കേസിൽ ആൽപ്സ് മൗണ്ടൻസ് പ്രത്യേക പിക്ചർ കാണാൻ പറ്റും. സോ ആൽപ്സ് മൗണ്ടന്റെ കേസിൽ തന്നെ ആൽപ്സ് യൂറോപ്പിന്റെ രണ്ട് സൈഡിലുള്ള ആനിമൽസിന്റെ ഡിസ്ട്രിബ്യൂഷന് ഒരു എന്താ പറയുക ഒരു ബാരിയർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ടോപ്പോഗ്രഫിക് ബാരിയർ. മെയിൻലി മീൻസ് ദ സർഫസ് ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത്. അതാണ് ടോപ്പോഗ്രാഫിക് ബാരിയർ എന്ന് പറയുന്നത്. സം ഓഫ് ദ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് ആർ Himalayan range is a very good example. Then because the Himalayan region, animals from India like elephant, tiger cannot go into the China region. Then അതുകൊണ്ടാണ് ഹിമാലയൻ റീജിയൻ ഇപ്പൊ ഇന്ത്യയുടെ ഒരു ക്ലൈമറ്റ് പലപ്പോഴും ആഫ്രിക്കൻ ക്ലൈമറ്റുമായിട്ടൊക്കെ സിമിലർ ആയിട്ട് വരുന്നതിന് കാരണം ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഹിമാലയ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ ഇന്ത്യയുടെ വലിയൊരു ശതമാനം മിക്കവാറും സ്നോ കവേർഡ് ആയിപ്പോയേനെ.
കാരണം ഒരു ചൈനയുടെ ക്ലൈമറ്റ് എങ്ങനെയാണോ അതുപോലത്തെ ഒരു ക്ലൈമറ്റ് തന്നെയായിരിക്കും ഇന്ത്യയിലും വരുന്നത്. കാരണം ആ ആർട്ടിക് റീജിയനിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് ഒരുപക്ഷെ കേരളം വരെ എത്തിയാലും. അപ്പൊ അത് വരാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇസ് ബിക്കോസ് ഓഫ് ദിസ് ലാൻഡ് ബാരിയർ, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ടോൾ മൗണ്ടൻ. അതുകൊണ്ടാണ് വരുന്നത്. ഇനി ഇത്രയാണ് ഇതിന്റെ ഈ ടോപ്പോഗ്രാഫിക് ബാരിയറിന്റെ കേസിലെടുത്താൽ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ദർ ഇസ് എ വാട്ടർ ബോഡീസ്. ലാർജ് വാട്ടർ, ഉദാഹരണമായിട്ട് വാട്ടർ, ഇത് ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാൻ പറ്റും. ദിസ് ഈസ് വാട്ടർ ബോഡി. ഇതൊരു മേജർ ഒരു വീതി കൂടി ഒരു വലിയൊരു റിവറാണ്. ഇത്തരം കേസുകൾ ദിസ് റിവർ ഈസ് ആക്ടിങ് ആസ് എ ബാരിയർ. കാരണം ഇവിടെയുള്ള ആനിമൽസിന് ഇങ്ങോട്ട് മിക്കവാറും ക്രോസ് ചെയ്യാൻ സാധിക്കത്തില്ല. ബിഗ് റിവർ സിസ്റ്റം ലൈക്ക് ഗാംജസ്, ബ്രഹ്മപുത്ര ഓർ ആമസോൺ, അതിന്റെ ഒരു കിലോമീറ്ററോളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതിന്റെ വീതി തന്നെ. അപ്പൊ അത്രയും വലിയ റിവേഴ്സ് പലപ്പോഴും അനിമൽസിന്റെ മൂവ്മെന്റിന് പ്രിവെന്റ് ചെയ്യും. സോ ദേ ലിമിറ്റ് ഓർ പ്രിവെന്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെറസ്ട്രിയൽ അനിമൽസ്. മൊസാംബിക് ചാനൽസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട്. അത് ഓഷ്യൻ തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ ഈസ് നോട്ട് വെരി ഡീപ്പ്. അത്ര ഡീപ്പ് ആയിട്ടുള്ളതല്ല, ഒരു ഷാലോ ആണ് ഈ ഭാഗത്ത്. പക്ഷെ എങ്കിലും ഈ ഇത് 400 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു ചാനലിൽ സെപ്പറേറ്റ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന അനിമൽസിന് മാത്രമേ ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഭൂരിഭാഗം ലാൻഡ് അനിമൽസിനെ സംബന്ധിച്ച് സാധിക്കുന്നതല്ല. സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ലാൻഡ്, ഇറ്റ്സ് എ ബാരിയർ. ഇവിടെ നോക്കിയാൽ സബ് സ്പീഷീസ് ഓഫ് മൈസ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ റിവർ. ഇവിടെ ഈ ഒരു റിവറിന്റെ കേസ് തന്നെ എടുത്താൽ ഇവിടെ കാണുന്ന റിവറും ഇവിടെ കാണുന്ന റിവറും അല്ല ഇവിടെ കാണുന്ന മൈസും ഇവിടെ കാണുന്ന മൈസും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. കാരണം ഒരു സ്പീഷീസിൽ നിന്ന് തന്നെയായിരിക്കും അത് ഫോം ചെയ്തിരിക്കുന്നത്. ബട്ട് ബിക്കോസ് നമ്മുടെ പുതിയ റിവർ ഫോം ചെയ്തോ അതിനുശേഷം ആ മൈസിന്റെ പോപ്പുലേഷൻ സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടാവും. ഇവിടെയുള്ള മൈസ് വേറൊരു മൈസായിട്ട് ഇവോൾവ് ചെയ്യും, ഇവിടെയുള്ളത് വേറൊരു മൈസുമായിട്ട് ഇവോൾവ് ചെയ്യും. കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും രണ്ട് സെപ്പറേറ്റ് സ്പീഷീസ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരം ഡിസ്കവറീസ് ഒക്കെ സയന്റിസ്റ്റുകൾ പലപ്പോഴും പല ഭാഗത്തുനിന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് വാട്ടർ ബോഡീസിന്റെ കേസ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പൊ ഇനി കുറച്ചുകൂടി ഉണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓൺലി 2 വാട്ടർ ബോഡീസിന്റെയും ടോപ്പോഗ്രാഫിക് ഫീച്ചേഴ്സിന്റെയും മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.